ഏതായാലും എന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞല്ലോ ചെറിയച്ച. എന്നെയും വരുണ്ണെ ഇവിടെ നാട്ടി പായിക്കുമ്പോ കണിമംഗലത്ത് ആരെങ്കിലും മരിച്ചാ പോലും വന്നു പോരുന്ന ചെറിയച്ച വിലക്കിയത്. പക്ഷെ ഒരു ദോഷം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വന്നപ്പോ നിങ്ങൾ ആ വാക്ക് തെറ്റിച്ചു. എന്നെ വിളിച്ചുകൊണ്ട് വരാൻ ആളെ അയച്ചു. എനിക്ക് വരാതിരിക്കാമായിരുന്നു. എന്നെ ആരും കുറ്റപ്പെടുത്തില്ല. പക്ഷേ ഞാൻ വന്നു കയറിയ കണിമംഗലത്തിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്നെ ഈ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയ അച്ഛനെയും അമ്മയും ദൈവങ്ങൾക്കൊപ്പം ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, ആരാധിക്കുന്നുമുണ്ട്. ഇന്ന് ഈ പൂജയ്ക്ക് വേണ്ടി ഭഗവാൻ എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആരൊക്കെ തടസ്സം നിന്നാലും സത്യം ജയിക്കുന്നു തന്നെയാ. അന്ന് ഇറങ്ങുമ്പോ പറഞ്ഞതാ, ഇപ്പൊ ഞാൻ ആവർത്തിക്ക. കണിമംഗലം അർഹതപ്പെട്ട കൈകളിൽ സ്ഥിരമായിട്ടുണ്ടാവും. കാലം എത്ര കഴിഞ്ഞാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. ചന്ദ്രശേഖരൻ, കുട്ടി പറഞ്ഞതെല്ലാം സത്യമാണോ? എല്ലാം സത്യമാണെങ്കിൽ അതിന്റെ അനന്തരഫലം ഈ കുട്ടി പറഞ്ഞത് തന്നെയായിരിക്കും. ഓർത്തോളൂ. സത്യം പറഞ്ഞ രാധിക വന്നേ പറ്റൂന്ന് പൂജാരി പറഞ്ഞപ്പോഴേ നമ്മൾ ഈ പൂജ അങ്ങ് അവസാനിപ്പിക്കണമായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, പൂജയുടെ മഹത്വം മുഴുവൻ അവൾ അങ്ങ് കൊണ്ടുപോയി. കണിമംഗലത്തിന്റെ ഉടമകളായ നമ്മളെ രക്ഷിക്കാൻ വന്ന അവളായി ഇപ്പം മിടുക്കി. എല്ലാം കഴിഞ്ഞ് അവള് പറഞ്ഞത് കേട്ടില്ലേ, തെറ്റ് ചെയ്തവരെല്ലാം ഉത്തരം പറയേണ്ടി വരുമെന്ന്, പിടിച്ചെടുത്തതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന്. അവളുടെ ശാപം വലിച്ചു എന്ന് പറയാൻ ആ വൃത്തികെട്ട പൂജാരി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവുമെന്ന് സത്യത്തിൽ ഞാനും പ്രതീക്ഷിച്ചില്ല. അവളുടെ വെല്ലുവിളിയൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ദിവസം ഉന്തിത്തള്ളി നീക്കാൻ നക്കാപ്പിച്ചയ്ക്ക് കഞ്ഞിയും കറിയും വെക്കാൻ പോകുന്നവള് അത് വെച്ചാണോ നമ്മളെ തോൽപ്പിക്കാൻ പോകുന്നത്? അവിടാണ് ചന്ദ്രശേഖരന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നത്. എന്തുപറ്റി? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അല്ല.